അല്ല, ഞങ്ങൾ റെഡിയാണെന്ന് ഞങ്ങളും പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? എന്താ സംശയം? സ്ഥാനാർത്ഥി ചർച്ച, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അനിശ്ചിതത്വമാണ് എല്ലാവരും വൈകിക്കാൻ കാരണം. എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? ഏത് തർക്കമാണ് ഉണ്ടായിരുന്നത്? അതൊന്ന് കേൾക്കട്ടെ. അല്ലല്ല, അതല്ലേ, അതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ CPM-ലെ തർക്കത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. ഒരു ഗ്രൂപ്പുമില്ല ഇവിടെ, ഒരു ഗ്രൂപ്പുമില്ല, ഒരു ഗ്രൂപ്പുമില്ല. എറണാകുളം ജില്ലയിലൊന്നും ഒരു ഗ്രൂപ്പില്ല. നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട. എന്താ കാര്യം ഇവിടെ? നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കുകയാണ് ഗ്രൂപ്പിന്റെ പേരിലല്ല ഇവിടെ വീതം വയ്ക്കുന്നത്. സീറ്റ് ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് വീതം വയ്ക്കുന്ന കാലമൊക്കെ അസ്തമിച്ചു. ഇപ്പൊ കേരളത്തിൽ അത് നിങ്ങൾ ചില പത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നതാണ്, മാധ്യമങ്ങളിൽ. കേരളത്തിൽ ഒരു ജില്ലയിലും ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റുകൾ വീതം വെച്ചിട്ടില്ല. ആ കാലം കഴിഞ്ഞു, ആ കാലം അസ്തമിച്ചു. എല്ലാം നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് കൂടിയാലോചനകൾ നടത്തി ഓരോ സീറ്റിലെയും വിജയസാധ്യത അനുസരിച്ചിട്ടാണ് സീറ്റുകൾ തീരുമാനിക്കുന്നത്. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഒരു തർക്കവുമില്ല. അല്ല, നമ്മൾ എത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഒരു 18-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു ഒറ്റ വിഷയമുള്ളൂ. അത് പുതിയ സ്ഥാനാർത്ഥികൾ 2 കൂട്ടത്തിലുണ്ടല്ലോ, 3 കൂട്ടത്തിലുണ്ട്. പുതിയ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് ദിവസം മാത്രം കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, തെരഞ്ഞെടുപ്പ് ഈ ചൂടുകാലമാണ്. കൂടുതൽ നീണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭയങ്കര കനത്ത ചൂടാണ്. ഇപ്പം തന്നെ പുതിയുഗ യാത്ര നടക്കുമ്പോൾ തന്നെ 36 ഡിഗ്രിയാണ് ചൂട്. ഈ ചൂട് കൂടി കഴിഞ്ഞാൽ എല്ലാവരും പ്രയാസവും. കാരണം കടുത്ത ചൂടിലേക്കാണ് കേരളം പോകുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും. എല്ലാ സീറ്റുകളും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം അനൗൺസ് ചെയ്യാവുന്ന പാകത്തിലാണല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, UDF-ന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച 1 മണിക്കൂർ ഇരുന്നാൽ തീരുന്ന ചർച്ചയല്ലെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ അരമണിക്കൂറാണ് ഇരുന്നത്. അരമണിക്കൂർ കൊണ്ട് ലീഗുമായിട്ടുള്ള എല്ലാ ചർച്ചകളും തീർന്നു. അത് ഞങ്ങൾ അത് അവരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്ന് രാത്രി ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ചർച്ച തീരും. എന്താ സംശയം? ഞങ്ങൾ നാളത്തേക്ക് പറയാമെന്നേ നിങ്ങളോട് UDF-ന്റെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, UDF തീരുമാനിക്കണം. ധൃതി കൂട്ടേണ്ട കാര്യമില്ലല്ലോ. UDF-ന്റെ മൊത്തം കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഓരോ കക്ഷിക്കുമുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, കോൺഗ്രസിന് എത്രയാണ്, മുസ്ലിം ലീഗിന് എത്രയാണ്, കേരള കോൺഗ്രസ് എത്രയാണ്, മറ്റ് ഘടകകക്ഷികൾക്ക് എത്രയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണ് പിന്താങ്ങുന്നത് എന്ന കാര്യം അപ്പോൾ പ്രഖ്യാപിക്കും. അല്ല, അത് നോക്കാം. അത് ഞങ്ങൾ ചെന്ന് സംസാരിച്ചതിന് ശേഷം ഏതാണ് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യും. ഞങ്ങൾ തീർച്ചയായിട്ടും. പിന്നെ ഡൽഹിയിൽ നിന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അല്ലേ, കോൺഗ്രസിന്റെ. തീർച്ചയായും എല്ലാവരും അത് കുഴപ്പമില്ല, അത് സാരമില്ല. അവർ ഇന്നല്ലേ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് ഇപ്പോഴാണ് ബിനോയ് വിശ്വം ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിന് മുമ്പ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. തെറ്റൊന്നുമില്ല. പാർട്ടി അനുവദിച്ചു കഴിഞ്ഞാൽ പ്രചരണം നടത്തുന്നതിൽ എന്താ തെറ്റ്? അല്ല, എനിക്കറിയില്ല, ഞാനതൊന്നും അന്വേഷിച്ചില്ല. ഞാൻ പോവും. ഞാൻ രാവിലെ എത്തും, ഡൽഹിയിലെത്തും. എല്ലാവരും എത്തും. എല്ലാ പ്രധാന നേതാക്കന്മാരും, ഇവിടെ ആവശ്യമുള്ള നേതാക്കന്മാരെല്ലാവരും എത്തും. ഞങ്ങളെല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം മുൻകൂട്ടി നന്നായി നടത്തി വെച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ.